ഒരു മരത്തെ നാം വൻമരമെന്ന് പറയുന്നത് അതിൻ്റെ തടിയെയും ശിഖരങ്ങളെയും ഇലയെയും ഒക്കെ കണ്ടിട്ടാണ്. ഒരു മരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ വേരുകളിലാണ്. അത് നാം തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ശക്തമായ ഒരു കാറ്റ് വരുമ്പോഴാണ്, ഒരു പ്രതിസന്ധിയിൽ ആ മരം അകപ്പെടുമ്പോഴാണ് അതിൻ്റെ വേരിന്റെ ശക്തി മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നത്. ഇതുപോലെ തന്നെയാണ് നാം മനുഷ്യരുടെ കാര്യത്തിലും. മസിൽ പവർ അല്ല മനുഷ്യന്റെ ശക്തി, നമ്മളുടെ മാനസിക ശക്തിയാണ് ഒരു മനുഷ്യന്റെ ബലമെന്ന് പറയുന്നത്. അത് വെളിവാകുന്നത് നാം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴുമാണ്. ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നാം പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതം പ്രതിസന്ധികളിൽ അകപ്പെടാം. മാനസികമായി നമുക്ക് നല്ല ബലമില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നാം തകർന്നു പോകും. നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും, നമ്മളുടെ മുമ്പിൽ എത്ര നല്ല അവസരമുണ്ടെങ്കിലും അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ മാനസിക ആരോഗ്യം നല്ലതായിരിക്കണം. എങ്ങനെയാണ് നാം മാനസിക സമ്മർദ്ദങ്ങളിൽ അകപ്പെടുന്നത്? എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ പരിഹാരം? നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നാം എല്ലാ കാര്യങ്ങളിലും വളരെയധികം പ്രതീക്ഷ പുലർത്തുന്നതാണ് നമ്മളുടെ മനസ്സിൽ നിരാശ കടന്നു വരുന്നതിൽ, സമ്മർദ്ദം കടന്നു വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്നില്ല. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നും നാം ചിന്തിക്കരുത്. പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. പരിശ്രമിക്കാതെ ഇരിക്കരുത്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുക. ഒരിക്കലും ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ പിന്തിരിഞ്ഞോടരുത്. പരിശ്രമിക്കാതിരിക്കരുത്. അതാണ് തെറ്റ്. പരിശ്രമിച്ച് തോൽക്കുന്നത് തെറ്റല്ല. തോൽവിയിൽ നിന്ന് നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. ആ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കേണ്ട ഒരു വസ്തുവാണ്. അതാണ് ജീവിതത്തെ പറ്റി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്പോർട്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ഓട്ട മത്സരം നടത്തുന്നു. പോളിയോ ബാധിച്ച് ഒരു കാലിന് വൈകല്യം സംഭവിച്ച ഒരാളുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കുന്നതെങ്കിൽ ആ മത്സരത്തിൽ വിജയിച്ചിട്ട് ഞാൻ ഈ ആളിനെ ഓടി തോൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാളെയാണ് നിങ്ങൾ അവിടെ തോൽപ്പിച്ചത്. നമ്മളെക്കാൾ കഴിവ് കൂടിയ ഒരാളെ, അല്ലെങ്കിൽ നമുക്കൊപ്പം കഴിവുള്ള ഒരാളെ തോൽപ്പിക്കുമ്പോഴാണ് സ്പോർട്സിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം എന്ന് ജീവിതത്തെ പറ്റി എല്ലാവരും പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളികളെയാണോ നിങ്ങൾ നേരിടുന്നത്, അത്രയും വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ അതിജീവിക്കുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. സന്തോഷം ഉണ്ടാകുന്നതിന്റെ രഹസ്യം അതാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം നിരന്തരം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ്, പണ്ട് രാജാക്കന്മാര് മൃഗയാ വിനോദം എന്ന പേരിൽ കാട്ടിൽ വേട്ടയ്ക്ക് പോകുമായിരുന്നു. എന്താണ് അതിന് പിന്നിലുള്ള കാരണം? അതിന്റെ പിന്നിലുള്ള കാരണം ഈ പറഞ്ഞതാണ്. രാജാവിന്റെ എല്ലാ തീരുമാനങ്ങളും രാജ്യത്ത് നടപ്പാകും. തിരുവായ്ക്ക് എതിർവായില്ല. രാജാവ് പറയുന്നതിനെതിരായിട്ട് ആരും തന്നെ രാജ്യത്ത് പറയില്ല. ആകെ ഒരു രാജാവിന്റെ ജീവിതത്തിൽ അല്പമെങ്കിലും വെല്ലുവിളി വരുന്നത് യുദ്ധസമയത്താണ്. യുദ്ധം എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യവുമല്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നതെല്ലാം നിരന്തരം നടക്കുമ്പോൾ ആ രാജാവിന് ഒരു മടുപ്പുണ്ടാവും, ജീവിതത്തിൽ ഒരു നിരാശയുണ്ടാകും, ഒരു ഉത്സാഹക്കുറവുണ്ടാകും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് രാജാക്കന്മാര് വനത്തിൽ പോകുന്നത്. ഈ വനത്തിൽ വേട്ടയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും ആ സൈനികരെ എല്ലാം കൂട്ടിപ്പോകാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം മനുഷ്യന്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ ഓടിപ്പോകും. അതുകൊണ്ട് തനിക്ക് ഏറ്റവും വിശ്വസ്തരായ 3-4 പടയാളികളെ കൂട്ടിയിട്ടാണ് ഒരു രാജാവ് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത്. കാട്ടിൽ ചെല്ലുമ്പോൾ മൃഗങ്ങൾക്കറിയില്ലല്ലോ ഈ വന്നിരിക്കുന്നത് രാജാവാണെന്നൊന്നും. അതുകൊണ്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാട്ടിൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ഉണ്ട്. ആ റിസ്ക് ആണ് രാജാവിന് സന്തോഷം നൽകുന്നത്. അത്രയും വലിയൊരു റിസ്ക് എടുത്ത് വേട്ടയൊക്കെ കഴിഞ്ഞ് വിജയിച്ച് തിരിച്ചു വരുമ്പോൾ ആ ജീവിതത്തിന്റെ മടുപ്പൊക്കെ മാറി അദ്ദേഹം ഉല്ലാസഭരിതനായിട്ട് മാറിയിട്ടുണ്ടാകും. ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇതൊരു പാഠമാണ്, നമുക്കും ഒരു പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്നു, യാതൊരു തരത്തിലുള്ള വെല്ലുവിളികളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് സ്നേഹം നഷ്ടപ്പെട്ടതാകാം, നാം കൊടുത്ത സ്നേഹം അതേ രൂപത്തിൽ തിരിച്ചു കിട്ടാത്തതാകാം. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാകാം, ഒരാൾ നമ്മളെ വഞ്ചിച്ചതാകാം.
അല്ലെങ്കിൽ നമ്മളുടെ ജോലിയോ ബിസിനസ്സോ പരാജയപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആകാം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാകാം. നാം സ്നേഹിക്കുന്നവരുടെ മരണമാകാം. ജീവിതം ഇതെല്ലാം കൂടി ചേരുന്നതിന്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. നാം ആഗ്രഹിക്കാത്തതും സംഭവിക്കും. അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സാണ് നാം നമ്മളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത്. ആ തരത്തിൽ ജീവിതം ഇരുളും വെളിച്ചവും ചേർന്നതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളിൽ നാം തളർന്നു പോകില്ല. നമ്മളുടെ മനസ്സ് സംഘർഷഭരിതമാകില്ല. നമുക്ക് ആ വേദനകളെ, ആ പ്രശ്നങ്ങളെ ശരിയായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നാം വരുമാനത്തിനൊക്കെ വേണ്ടിയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിനോദോപാധികൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഓരോരുത്തർക്കും ഓരോന്നാണ് മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ ആരോഗ്യമുള്ളതാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ തരത്തിലുള്ള വിനോദമാണ്. ചിലർക്ക് പുസ്തക വായന ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് വായനാശീലം. വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് യാത്രകൾ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും കായിക വിനോദങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് സൗഹൃദം. മനസ്സിന് അതിനേക്കാൾ പറ്റിയ ഒരു മരുന്ന് വേറെയില്ല. അപ്പോൾ നമ്മളുടെ മനസ്സ് സംഘർഷഭരിതമാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അതിനെ ശാന്തമാക്കാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പം സുഹൃത്തുക്കൾ ഇല്ലാത്തവർ നല്ല സുഹൃത്തുക്കളെ വാർത്തെടുക്കുക, അവരുമായി നമ്മുടെ മനസ്സിന്റെ വേദനകൾ പങ്കുവെക്കുക. നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരവസരമായി കണ്ട് അതിനോട് പോരാടുക. ഒരിക്കലും പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കടുംപിടുത്തം പിടിക്കരുത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനൊന്നും പറ്റില്ല. ചില പ്രശ്നങ്ങളോട് നമുക്ക് പോരാടാൻ മാത്രമേ സാധിക്കൂ. അത് പൂർണ്ണമായി നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഒരു രോഗമാകാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു വിഷയമാകാം. പൂർണ്ണമായി മാറാത്ത പല പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അവയോട് നമ്മൾ ഒരിക്കലും കീഴ്പ്പെട്ടു പോകരുത്, പേടിച്ച് ഓടി ഒളിക്കരുത്, പൊരുതണം. കാരണം ആ ഒരു പോരാട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ നാം പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഏത് പ്രശ്നമായാലും അതിനെ ഒഴിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ശ്രമിച്ചോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് നാം നോക്കരുത്. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോടും ഒരു പോരാളിയുടെ മനോഭാവത്തോടെ പോരാടുക. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്പോർട്സിൽ ഏർപ്പെടുന്ന പോലെ നമ്മൾ ഏർപ്പെടേണ്ട ഒരു വസ്തുവാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന സമയത്ത് നാം ആശ്രയിച്ചാൽ തീർച്ചയായും നമുക്ക് ഏത് തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തെയും അതിജീവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.